അല്ല, അതെന്താ ഇപ്പൊ പത്രസമ്മേളനം വിളിച്ചിരിക്കല്ലേ? നിങ്ങളെ വിളിച്ച് പറഞ്ഞവരോട് നിങ്ങൾ ചോദിക്കല്ല, അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇതിനേക്കാൾ വലിയ വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഞാൻ ഇന്നലെ രാത്രി 11:30 വീട്ടിൽ ഉറങ്ങി കിടക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനൊരു വാർത്ത വരുന്നു. ഞാൻ പിന്നെ അത് പറയും. കമ്മിറ്റി കൂടി കയ്യാങ്കളിയായിട്ട് എന്നെ ഒരു അഭിനയമാണ്. എടാ സെബിനെ, ഇന്ന് നാടക ദിനമാണ്. സമൂഹത്തിലെ ഏറ്റവും നല്ല നടന്മാരാരാന്നറിയോ? രാഷ്ട്രീയക്കാരാണ്. അവർ ചിരിച്ചുകൊണ്ട് കരയും. അങ്ങനെ നോക്കിയാൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല നടനാരാണ്? അങ്ങനെ മികച്ച നടനാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നീ വികാര വിരോചനം എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോ സാധനം? തിന്നാൻ കൊള്ളുന്ന സാധനമൊന്നുമില്ല. എടാ, ഈ വികാര വിരോചനം അതറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറ്റില്ല, പക്ഷെ കാണിക്കാൻ പറ്റും. ദേ അങ്ങോട്ട് നോക്കി. TN പ്രതാപൻ ഇപ്പോൾ ചാമ്പുന്ന ഈ സാധനമില്ലേ, അതാണ് വികാര വിരോചനം. അപ്പോൾ ദുരന്ത നാടക വിജയിയാകുന്ന തെസ്പിസിന്റെ ഭാവാവിനെയും ആർക്കാണ് അറിയില്ല? ഇങ്ങോട്ട് നോക്ക്. കണ്ട, ദുരന്തമാണ് സംഗതി എന്ന് അറിഞ്ഞിട്ട് അറഞ്ചം പുറഞ്ചം അഭിനയിക്കുന്നത്. അതാണ് കൗരവ-പാണ്ഡവ യുദ്ധത്തിൽ വ്യക്തിബന്ധങ്ങളല്ല നോക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുൾ ചെയ്തത് അധർമ്മത്തിനെതിരെ പോരാടും. ആ പോരാട്ടമാണ് എൻ്റെ പോരാട്ടം. അണ്ണാ, ഇപ്പൊ ഈ ടെട്രോളജി നാടകം എന്താ ഇതിന്റെ ഭാഗമാണോ? അല്ല, ടെട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാജഡി ആണോ ശുഭാന്ത്യമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ രണ്ടും പറഞ്ഞില്ലെന്തേ ഇതുപോലെ അഭിനയിക്കണം. കണ്ട, എന്തൊരു അഭിനയമാണ്. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സുകുമാര കലകളിൽ അങ്ങനെ എത്ര സുന്ദരമായ അഭിനയങ്ങളല്ലേ. അതിനുള്ള മറുപടി ഈ നടൻ തരും. രാജാപ്പാട്ട് വേഷങ്ങളിലൊക്കെ പ്രത്യേക ആക്ഷനുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ പ്രേക്ഷകഹിതം തിരിച്ചറിഞ്ഞ ജ്ഞാനികളുണ്ടോ ഈ കൂട്ടത്തിൽ? എടാ, അതറിയില്ല. പക്ഷെ കുടുംബത്തോടു കൂടി ഈ പ്രേക്ഷകഹിതം ഒന്നും അറിയാത്ത ദുരന്തമായി പോയ ഒരു പീസ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അതിന് മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. അബോധ വിക്ഷേപണമെന്ന നാടക സത്യം തിരിച്ചറിഞ്ഞവരില്ലേ ഈ കൂട്ടത്തിൽ? രംഗബോധം നന്നായുള്ള ഈ നടനെ കാണുമ്പോൾ നിന്റെ ഇന്നത്തെ നാടകദിനം സമ്പൂജ്യമാകും. അങ്ങ് പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുമോ? എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ KPCC ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ആകെ ഞാൻ തിരുവനന്തപുരം വിട്ട് പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനിലും മാത്രമാണ്.